ധന്യ പാർത്ഥൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ തന്നെ കേട്ട വാർത്ത, പൾസർ സുനി വളരെ സുന്ദരനായി 7 വർഷത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും അത് ആഘോഷിക്കുകയാണ്. കൃത്യമായ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾ തന്നെയാണ് പൾസർ സുനി എന്നിരിക്കുകയാണ് എല്ലാവരും വീരോചിതമായി അത് ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ജയിൽ മോചനം ഹീറോയാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയാണ്. പൾസർ സുനിക്കൊക്കെ അതിന്റെ ഒരു ഭാഗ്യം കിട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ പൾസർ സുനിക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയൂ ധന്യ. പൾസർ സുനിക്ക് ജാമ്യം കിട്ടി. 1 ലക്ഷം രൂപയും 2 പേരുടെ ആൾ ജാമ്യത്തിലുമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. എറണാകുളം വിട്ടു പോകാൻ പാടില്ല, മാധ്യമങ്ങളെ കാണാൻ പാടില്ല, ഇരയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല, ഇരകളെ സ്വാധീനിക്കാൻ പാടില്ല. അതായത് അതിജീവിതയുടെ ജീവന് സുരക്ഷയുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ ജാമ്യം അനുവദിച്ചത്. കോടതി ജാമ്യം അനുവദിച്ചത്. എന്തായാലും ഈ വക്കീലിനെയൊക്കെ വിട്ട് വാദിക്കാനും ഇത്രയും പണം കൊടുത്ത ഒരു വക്കീലിനെ ഈ 7 വർഷം വാദിപ്പിക്കാനും ഇപ്പോൾ ഉപാധികളോടെ പുറത്തിറങ്ങാനും എന്തായാലും പൾസർ സുനിയെ സഹായിച്ചത് ദിലീപാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ദിലീപ് അതിൽ എന്തെങ്കിലും കൈകൾ കടത്തിയാൽ അത് ഏതെങ്കിലും തരത്തിൽ അത് പുറത്തിറങ്ങി. കാരണം പൾസർ സുനിയുടെ അമ്മ എല്ലാ മാസവും സുനിയെ കാണാനായി ജയിലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ സുനി എല്ലാ കാര്യങ്ങളും അമ്മയോട് സംസാരിക്കുന്നതാണ്. അവരാണെങ്കിൽ അവിടെ നിന്ന് കണ്ടാൽ എന്തെങ്കിലും കിട്ടിയാൽ അപ്പം തന്നെ മാധ്യമങ്ങളെ കാണുന്ന ഒരു അമ്മയും കൂടെയാണ്. അപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർ മാധ്യമങ്ങളോട് സംസാരിക്കും. അപ്പോൾ അതിൻ്റെ പിന്നിൽ ദിലീപാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ ആരാണ് സുനിക്ക് വേണ്ടി ഇത്രയും നാൾ പണം ചിലവാക്കിയത്? ആരാണ് സുനിയെ ഇത്രയും നാൾ പണം ചിലവാക്കി കോടതിയിൽ സുനിക്ക് വേണ്ടി വാദിച്ചത്, സുനിയെ ഇറക്കാനായി പിന്നിൽ നിന്ന് കളിച്ചത്? കൃത്യമായ ചോദ്യമാണ്. എന്തായാലും നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രീത പറഞ്ഞതുപോലെ വീരോചിതമായിട്ടുള്ള സ്വീകരണമാണ് പൾസർ സുനിക്ക് കൊടുക്കുന്നത്. അത്രയും വലിയ ഒരു കാര്യമാണ് പൾസർ സുനി എല്ലാ ചാനലിലും. മാത്രമല്ല ഈ പൾസർ സുനിയുടെ വേവലാതികൾ വരെ ചർച്ച ചെയ്ത ചാനലുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ദിലീപിനെ എങ്ങനെയെങ്കിലും കഴിവെടുത്തിലേറ്റുക, അല്ലെങ്കിൽ ദിലീപിനെ തൂക്കിക്കൊല്ലുക പൾസർ സുനി ചെയ്തതാണ്, പൾസർ സുനിയെ കൊണ്ട് ചെയ്യിച്ചതാണ്, അയാൾ പുണ്യാളനാണ് എന്ന രീതിയിലായിരുന്നു ഇവിടെയുള്ള വലിയ ഒരു തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളുടെ ചർച്ച. അയ്യോ സുനിമോന്റെ അമ്മ കരയുന്നു എന്ന് വരെ പറഞ്ഞിരുന്ന മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ധന്യ പറഞ്ഞതുപോലെ ഈ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ പ്രശസ്ത വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള പരമേശ്വരൻ വക്കീൽ അടക്കമുള്ള ആളുകളാണ് സുനിക്ക് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം ജാമ്യത്തിന് വേണ്ടി ഹാജരായിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ലക്ഷങ്ങളാണ് വില എന്ന് പറയുന്നത്. ആ ലക്ഷങ്ങൾ പ്രതിഫലം കൊടുത്തുകൊണ്ട് സുനിയെ ആരാണ് ഈ ജാമ്യത്തിലേക്ക് അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാനായിട്ട് കോടതിയിൽ വാദിക്കാൻ അതിന്റെ കൂടെ ഒന്ന് ചേർത്തോട്ടെ, അത് ഈ പൾസർ സുനിക്ക് മാത്രമല്ല, ഇതിന് മുന്നേ ഉള്ള പല കേസുകളിലും നമ്മൾ പരിശോധിച്ചാൽ ഇതുപോലുള്ള പ്രതികൾക്ക് വാദിക്കാൻ എത്തുന്നത് വളരെ വില കൂടി. ഇപ്പൊ ഗോവിന്ദചാമിക്ക്, മറ്റേ ജിഷ വധക്കേസിലെ അമീറുൽ ഇസ്ലാമിന്, ഇവർക്കൊക്കെ ആളൂർ വക്കീലാണ് വാദിക്കുന്നതെങ്കിൽ പോലും ആളൂർ വക്കീലിന് ലക്ഷങ്ങൾ കൊടുത്താലേ ആളൂർ വക്കീൽ വാദിക്കാൻ ഇറങ്ങൂ. അപ്പൊ ഈ പണം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അത് ഹൈക്കോടതി വരെ ആ ചോദ്യം ചോദിച്ചു. അതായത് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് ഇവർ ആരാണ് ഇത്തരത്തിൽ വാദിക്കാൻ വേണ്ടി ഈ സ്വകാര്യ വക്കീൽ അഡ്വക്കേറ്റിനെ വെക്കാൻ വേണ്ടി പൈസ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചു. കാരണം ഒരു നിയമത്തിന്റെ ബേസിലാണ് ഇവർ രക്ഷപ്പെട്ടു പോകുന്നത്. അതായത് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് ഒരു ജാമ്യാപേക്ഷയുമായി പോയപ്പോൾ ആരാണ് പൾസർ സുനിക്ക് ഇത്തരത്തിൽ ജാമ്യത്തിന് വേണ്ട വക്കീലന്മാരെ വെച്ചു കൊടുക്കാനുള്ള പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള ചോദ്യം ഹൈക്കോടതി ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയെ ആദ്യമായിട്ട് വക്കാലത്ത് ഏൽപ്പിക്കാൻ പോയ ഒരാളുടെ ആളൂർ വക്കീൽ. ഈ ആളൂരും കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എന്നെ ഒരാൾ ഏൽപ്പിച്ചതാണ് പൾസർ സുനിയുമായി ബന്ധപ്പെട്ട ജാമ്യത്തിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആളൂരിനോട് ചോദിച്ചപ്പോൾ ആളൂർ അത് എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഒരാൾക്ക് ഇപ്പോൾ ഞാനൊരു കുറ്റവാളിയാണെങ്കിൽ എനിക്ക് ഒരു ജാമ്യം വേണമെങ്കിൽ ഞാനൊരു വക്കീലിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ആ വക്കീലിന് ആരാണ് എനിക്ക് വേണ്ടി ആ വക്കീലിന് പണം നൽകിയത് എന്ന് പറയേണ്ട
ആവശ്യമില്ല, പോലീസിനോടായാലും മറ്റു കാര്യങ്ങളോടായാലും രാജ്യദ്രോഹ കേസുകളിലല്ലാതെ പറയേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഒരു പിടിവള്ളി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരൊക്കെ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിലീപിനെ, അതായത് ഇപ്പം പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയത് പോലും ദിലീപിന്റെ പേരിലേക്ക് എടുത്തിടുകയാണ്. അതായത് പൾസർ സുനി എന്താ ചെയ്തത്? പൾസർ സുനി കൃത്യമായിട്ടൊരു കത്ത് എഴുതുന്നു, അതിൽ ദിലീപിനെ വലിച്ചിടുന്നു, അതിന്റെ പേരിൽ ദിലീപ് അറസ്റ്റിലാവുന്നു. ദിലീപിനെതിരെ ഇപ്പോഴും കൃത്യമായി മൊഴി കൊടുത്തിട്ടുള്ള ആളാണ് പൾസർ സുനി എന്ന് പറയുന്നത്. ഈ വിചാരണയൊക്കെ കഴിഞ്ഞ് അവസാനം പ്രതിഭാഗത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മാത്രം കേൾക്കാനുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു അവസരത്തിൽ പൾസർ സുനിയെ ജയിലിൽ നിറക്കിയിട്ട് ദിലീപിന് എന്താണ് കിട്ടാനുള്ളത്? അത് വലിയൊരു ചോദ്യമാണ്. അതൊന്നും ആരും ഇവിടെ ചോദിക്കുന്നില്ല. എന്താ തോന്നുന്നത്? ശരിയാണ്. പക്ഷേ ഒരു കത്ത്, ആ കത്ത് നമുക്ക് നിസ്സാരമായി ഇപ്പൊ ദിലീപിനെ പോലുള്ള ഒരാളെ ഗൂഢാലോചനയുടെ പുറത്താണ് ഇതിന്റെ പിന്നിലേക്ക് വലിച്ചിട്ടത് എന്നാണ് പറയുന്നത് പലരും. ശരി, അങ്ങനെയാണ് എങ്കിൽ പൾസർ സുനിക്ക് സിനിമാ മേഖലയിൽ ഒരുപാട് പേരുമായി ബന്ധമുണ്ട്, ദിലീപിന് ഒരുപാട് പേരുമായി ബന്ധമുണ്ട്. എന്തിന് ദിലീപിന്റെ പേര് മാത്രം പൾസർ സുനി പറഞ്ഞു എന്നുള്ളിടത്താണ് ഗൂഢാലോചന തെളിയുന്നത്. പ്രത്യേകിച്ച് ഈ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ദിവസം ദർബാർ ഹാളിൽ, എറണാകുളം ദർബാർ ഹാളിൽ നടന്ന ഒരു ചടങ്ങിൽ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ലേഡി സൂപ്പർ സ്റ്റാറാണ് ആദ്യമായി പറയുന്നത് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അറിഞ്ഞിട്ടില്ല, അന്ന് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല, മറ്റാരും അറിയാതെ മഞ്ജു വാര്യർ പറയുന്നു ഇതിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അപ്പൊ മഞ്ജു വാര്യർ എങ്ങനെ അറിഞ്ഞു ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്? അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് ശേഷമാണ് ഈ കത്ത് പുറത്തു വരുന്നത്. അതായത് അമ്മ കാണാൻ വന്നപ്പോൾ ഈ കത്ത് അമ്മയെ ഏൽപ്പിച്ച്, അങ്ങനെയല്ലേ കത്ത് പുറത്തു വരുന്നത്? അങ്ങനെയാണ് കത്ത് പുറത്തു വരുന്നത്. അതിലാണ് ദിലീപിന്റെ പേരുണ്ടായിരുന്നതും ഒക്കെ നമ്മൾ കണ്ടത്. എന്തായാലും ഇതിലൊരു വലിയ ഗൂഢാലോചന ഉണ്ട്. അത് ഇപ്പോ മഞ്ജു വാര്യർ ആണ് എന്ന് സ്ഥാപിച്ചെടുക്കാനൊന്നും നമ്മുടെ കയ്യിൽ തെളിവുകളില്ല, നമ്മൾ ആ പേര് പറയുന്നുമില്ല. പക്ഷേ ദിലീപ് സിനിമയിൽ മോഹൻലാലിനെക്കാളിലും മമ്മൂട്ടിയെക്കാളിലും അഭിനയത്തിലല്ല, സിനിമാ മേഖലയിലെ എല്ലാം, നിർമ്മാണ മേഖലയിലാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ മേഖലയിലാണെങ്കിലും പ്രൊഡ്യൂസർ മേഖലയിലാണെങ്കിലും എല്ലാം ദിലീപിന് അപ്പുറം ആരുമില്ല എന്ന് തിളങ്ങി നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ദിലീപ്. ആ നിലയിലേക്ക് സിനിമ പോയപ്പോൾ ദിലീപിനോട് പക ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ടാകാം. അത്തരത്തിൽ ആരെങ്കിലും ദിലീപിനെ ഗൂഢമായി കുടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ദിലീപിന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ദിലീപ് കുറച്ച് അസ്വസ്ഥനായിരുന്നു. കാരണം ഈ നടിയാണ് എന്ന് ദിലീപ് വിശ്വസിച്ചിരുന്നത് കൊണ്ട് ഒരു സ്വകാര്യ പാർട്ടിക്കിടെ ദിലീപ് ഒരു വാക്ക് പറയുകയുണ്ടായി, അവൾക്കൊരു പണി കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു വാക്ക് ദിലീപ് പറഞ്ഞതിന്റെ പേരിലാണ് ഈ ടാർഗറ്റ് ദിലീപിലേക്ക് വന്നത് എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഇനി നവംബറിൽ വിധി വരുന്നു. ഇപ്പൊ പറയുന്നത് പോലെ ഇനി പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കേണ്ട ഒരു ദിവസം മാത്രമായേ ഇനി അവശേഷിക്കുന്നുള്ളൂ കോടതി വിധി. അപ്പോൾ ആ ദിവസം ദിലീപ് അല്ല തെറ്റുകാരൻ, ഇതൊക്കെ കെട്ടിച്ചമച്ചതാണ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേരുകൾ പുറത്തുവിടുമെന്ന് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ ചോദ്യം, 87 ദിവസം ജയിലിൽ കിടന്ന ദിലീപ്, ക്രൂശിക്കപ്പെട്ട ദിലീപ്, അനുഭവിച്ച വേദനകൾ, അപമാനം, കുടുംബത്തോടൊപ്പം ഒളിച്ചോടേണ്ടി വന്ന അല്ലെങ്കിൽ സിനിമാ ജീവിതം തന്നെ ഒരു പ്രതിസന്ധിയിലായി നിൽക്കുന്ന ദിലീപിന്റെ ഭാവി, ഇതൊക്കെ ചിലരുടെ ഗൂഢാലോചനയുടെ പുറത്ത് അല്ലെങ്കിൽ ചിലരുടെ ടാർഗറ്റിന്റെ പുറത്ത് തകർന്നതല്ലേ എന്നുള്ളൊരു ചോദ്യം വരും. ധന്യ പറഞ്ഞത് ഏറ്റവും ഒരു പ്രധാനമായ ഒരു പോയിന്റാണ്. കാര്യം മലയാള സിനിമയെ മൊത്തം കൈയടക്കി വെച്ചിരുന്ന ഒരാളായിരുന്നു ദിലീപ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും ദിലീപായിരുന്നു. മലയാള സിനിമയെ പോക്കറ്റിലിട്ട് കൊണ്ടുവരുന്ന ഒരു നടൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ദിലീപിനെ പറ്റി. അങ്ങനെയാണെങ്കിൽ ആ പവർ ഗ്രൂപ്പിന്റെ നേതാവ് എന്ന് ദിലീപിനെ കരുതാൻ പറ്റും. ഏതൊരു മേഖലകളിലും പവർ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പം രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ മാധ്യമ മേഖലയിൽ, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിയനിൽ, ഇനി ഒരു PTA പോലും പവർ ഗ്രൂപ്പ്, അതായത് സ്കൂൾ PTA പോലും പ്രബല വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിനെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇവരെന്തോ മാരക കുറ്റവാളികളാണ് എന്നുള്ള നിലയിലൊന്നുമല്ല. എല്ലാ മേഖലകളിലും ഉള്ള ഒരു കാര്യത്തെ തന്നെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ദിലീപ് നിയന്ത്രിച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപിനെ എത്തരത്തിലാണ് ഈ കേസിലേക്ക് കുടുക്കിയത് എന്ന് വെച്ചാൽ, ഈ പൾസർ സുനി എന്ന് പറയുന്ന ഈ വ്യക്തിയും നടിയുമായി ബന്ധപ്പെട്ട സൗഹൃദമുണ്ട്. അത് ഏത് രീതിയിലുള്ള സൗഹൃദങ്ങളാണ്, എത്ര കാലമായി തുടരുന്നു. ഇദ്ദേഹം മുകേഷിന്റെ ഡ്രൈവറായിരുന്നു, അപ്പുണ്ണിയുടെ, അതായത് ദിലീപിന്റെ മാനേജറുടെ വണ്ടിയുടെ ഡ്രൈവറായിരുന്നു. ഇതൊക്കെ ഉള്ള ഒരാളാണ് ഈ പൾസർ സുനി എന്ന് പറയുന്നത്. ഈ പൾസറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ ABC ചാനലുമായി ബന്ധപ്പെട്ട് തന്നെ സുനിലേട്ടൻ ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ദിലീപ് ഇങ്ങനെ ഒരു കാര്യം എന്തോ ഇങ്ങനെ, അതായത് ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട് അവരുടെ പേഴ്സണൽ ജീവിതത്തിലുണ്ടായ എന്തൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അവൾക്കൊരു പണി കൊടുക്കണം എന്ന നിലയിൽ പറയുകയും അത് കേട്ടുകൊണ്ട് പൾസർ സുനി സ്വന്തം നിലയിൽ, അതായത്
6 വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് പറഞ്ഞൊരു വാചകമാണ്. ആ വാചകത്തെ എടുത്തു പിടിച്ചുകൊണ്ട് 6 വർഷങ്ങൾക്കിപ്പുറം സ്വന്തം ചില താല്പര്യങ്ങൾ നിറവേറ്റിയിട്ട് അത് ദിലീപിന്റെ പേരിലേക്ക് ഇടുകയാണ്. ദിലീപേട്ടാ ഞാനിതാ ഇത് ചെയ്തിരിക്കുന്നു. അപ്പൊ കൃത്യമായി ദിലീപ് എന്താണ് പറഞ്ഞത്? ദിലീപ് പറഞ്ഞ ഈ ഇത്തരം തോന്നിയവാസങ്ങൾ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് കൃത്യമായി ചെയ്തത് DGPക്ക് പരാതി കൊടുക്കുകയാണ്. അതായത് ജയിലിൽ നിന്ന് കത്ത് പുറത്തു വന്നപ്പോൾ DGPക്ക് പരാതി കൊടുക്കുകയാണ് ദിലീപ് ചെയ്തത്. പക്ഷെ അതൊന്നും എവിടെയും പരിഗണിക്കപ്പെട്ടില്ല. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരു മാഫിയ സംഘം ഏത് വിധേനയും ദിലീപിനെ വലിച്ച് താഴെ ഇടാമെന്ന് കരുതിയിരിക്കുന്ന ഒരു പറ്റം ആളുകൾ ആ സമയത്ത് തന്നെ പൾസറിനെ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. വേണ്ട രീതിയിൽ ഉപയോഗിച്ചു. അപ്പൊ ഈ കത്തെഴുതുന്നതിലും അവർക്ക് പങ്കുണ്ടെന്നാണോ? അല്ലെങ്കിൽ ഈ കത്ത് എന്തിനെഴുതി? ദിലീപിനെ പോലൊരാള് ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ആ കുറ്റകൃത്യം ഏറ്റതിന് ശേഷം ഒരു പൂച്ചക്കുഞ്ഞറിയാതെ 1 കോടി രൂപ കൊടുക്കൂലായിരുന്നു ദിലീപ്. അവര് വിചാരിച്ചതുപോലെ അല്ലല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അവര് വിചാരിച്ചത് എന്താണ്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ഒരിക്കലും ആ ഒരു സ്ത്രീ, ആ നടി ഇത് പുറത്ത് പറയില്ല എന്നുള്ളതായിരുന്നു അവരുടെ ധൈര്യം. അതിപ്പോ ദിലീപ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പൾസർ സുനി അവർ പറയില്ല, കാരണം അവർ നാണക്കേട് ഭയന്ന് ഇത് പറയില്ല എന്നാണ് അവരെ ഏൽപ്പിച്ചവരും പൾസർ സുനിയും വിചാരിച്ചത്. പക്ഷെ അവിടെയാണ് ആ നടിക്ക് നടിയുടെ ചങ്കൂറ്റവും അവരുടെ ധൈര്യവും പുറത്ത് പറയില്ല എന്നതായിരുന്നെങ്കിൽ ഒരു നടിയെ, ആ അതിജീവിതയെ എന്തുകൊണ്ട് ലാലിന്റെ വീട്ടിൽ തന്നെ ഇറക്കി വിട്ടു എന്നൊരു ചോദ്യമുണ്ട്. കാരണം അവർക്ക് ഇറക്കി വിടാവുന്ന അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പല വീടുകളും ഉണ്ടായിരുന്നു. അവരെ ലാലിന്റെ വീട്ടിൽ തന്നെ കൊണ്ട് ചേർത്ത് വിടുകയും അവിടെ കൃത്യമായി PT തോമസ് MLA വരികയും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എത്തുകയും ചെയ്തൊരു കഴിഞ്ഞു. അപ്പൊ അവരെ പഴിയിലിറക്കി വിടാൻ പറ്റില്ലല്ലോ, സേഫ് ആയിട്ടൊരു സ്ഥലത്ത് ഇറക്കണ്ട. അപ്പൊ പാർത്ഥൻ പറയുന്നത് PT തോമസ് MLA ഉൾപ്പെടെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നാണ്. തോമസ് യാദൃശ്യമായി ഇവർ പറഞ്ഞ് അവിടെ എത്തി. PT തോമസിനെ പോലൊരു MLA നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം അതിന്റെ പുറകെ പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് ഏറ്റെടുത്തു എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ കാര്യത്തിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്ത് തന്നെയായാലും ഉറപ്പിച്ചൊരു കാര്യം പറയാം, പല അന്തർനാടകങ്ങളും ഇനിയും കാണാനിരിക്കുന്നുണ്ട്. പൾസർ സുനിയുടെ പുറകിൽ ആരാണ്, ഈ പൾസർ സുനിക്ക് ആരാണ് പൈസ കൊടുത്തത് എന്നത് മാത്രം അന്വേഷിച്ചാൽ ഈ കേസിലെ പ്രതികൾ ആരാണ് എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. പൾസർ സുനിയുടെ പിന്നിൽ അവളാണ്. അവൾ ആരാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തു വരും. അത് ശ്രീജിത്ത് പെരുമന കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേസിന്റെ വിധി വരട്ടെ, ആ വിധി വന്നതിന് ശേഷം അവളുടെ പേര് പുറത്തു പറയാം. അവളാണോ അവനാണോ എന്നൊക്കെ കണ്ടറിയാം.